KSRTC-യിലെ 1-ാം തീയതി തന്നെ പെൻഷന് ശമ്പളവും കൃത്യമായി കൊടുക്കാൻ കഴിയും. അതിൽ ശമ്പളം കൊടുക്കാനുള്ള ഫയൽ ഇന്നലെ ഒപ്പിട്ട് കഴിഞ്ഞു. പെൻഷൻ്റെ കാര്യത്തിൽ ചില സഹകരണ സംഘങ്ങൾ ഒന്ന് ഡിലേ വരുത്തി. ആ ഡിലേ വരുത്തിയതിൽ നമുക്കൊരു വലിയ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ശരിയല്ല. അത് കരാറുമായി ഉണ്ടാക്കിയ സംഘങ്ങൾ അവർ അടിയന്തരമായി തന്നെ ആ കരാർ പാലിക്കണം. ആ കരാർ പാലിക്കാനൊരു ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അവർ നടപടിയെടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് ഞാനത് സംസാരിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പ് മന്ത്രി സഹകരണ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ നിർദ്ദേശം കൊടുത്തുവാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ്റുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള സഹകരണ സംഘങ്ങൾ ഇത് പഴയ ഗവൺമെൻറ് ചെയ്തതാണ്, ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങൾ പഴയ ഗവൺമെൻറ് ചെയ്തെല്ലാം എടുത്ത് കളയല്ല, അത് ചെയ്യണം. ഗണേഷ് കുമാറിന്റെ പല തീരുമാനങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? അല്ല, ഈ ഒരു ഡിസിഷൻ റദ്ദാക്കുന്ന തീരുമാനങ്ങളൊന്നുമില്ല. അത് റദ്ദാക്കുമ്പോൾ പറയാം. യൂണിയനുകളുടെ അതിപ്രസരം എപ്പോഴും KSRTC പിടിമുറുക്കുന്ന ഒരു ഡിസിഷൻ തൽക്കാലം കണ്ടിന്യൂ ചെയ്യാണ് പെൻഷൻ. അതിന് വേറെ അവസരം വരുമ്പോൾ അത് മാറ്റേണ്ടി വരും. ഞാൻ ചോദിച്ചത് ഈ യൂണിയനുകളുടെ അതിപ്രസരം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് KSRTC-യിൽ. അപ്പോൾ യൂണിയനുകളെ നിയന്ത്രിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി ഉണ്ടാവും. ഞാനൊരു യൂണിയൻകാരനാണ്, അതിലെല്ലാം അടങ്ങിയിട്ടില്ലേ. ഞാൻ ഹിന്ദു മസ്ദൂർ സഭയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. സാധാരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറിയാണ്. FACT-യിലെ യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ, കാർഷിക ബാങ്കിൻ്റെ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ യൂണിയനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യൂ? സർക്കാരിൻ്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ടും KSRTC-ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ സൗജന്യ യാത്രയൊക്കെ വരുന്നതോടുകൂടി സൗജന്യ യാത്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, KSRTC-യുടെ പദ്ധതിയല്ല. ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. അതെ, അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ പദ്ധതി തീർച്ചയായും സർക്കാർ അതിൻ്റെ ചുമതല എടുക്കുമല്ലോ. അപ്പോൾ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ട. ഈ പ്രതീക്ഷിച്ചിരുന്ന വകുപ്പ് തന്നെയാണോ കിട്ടിയത്, ഗതാഗത വകുപ്പ് എന്നുള്ളത്? സഹകരണമൊക്കെ ആയിരുന്നല്ലോ പ്രതീക്ഷയിൽ, മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും KSRTC-യിലെ സൗജന്യ യാത്രയിൽ ഉൾപ്പെടെ നിലപാട് വിശദീകരിക്കുകയാണ് ഗതാഗത മന്ത്രി CP ജോൺ. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ സർക്കാരിന് ഇതൊരു ഇന്ദിരാ ഗ്യാരണ്ടിയായി മുന്നിലുള്ളതാണ്. അത് കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് കൂടി അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.